ഈ ഇദ്ദേഹം നമ്മൾ അറക്കാൻ കൊണ്ടുവന്ന് മേടിച്ച പശുവാണ്. ചെന പിടിക്കാതെ നിന്ന് അറക്കാൻ കൊണ്ടുവന്ന് അവർ അവസാനം അടുത്ത് കൊടുക്കുവാന്ന് പറഞ്ഞെടുത്ത് നമ്മൾ മേടിച്ചോണ്ട് വന്നതാണ്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ 28,000 നമ്മൾ മേടിച്ചത്. ഇദ്ദേഹത്തിന് 22,000 രൂപയ്ക്കാണ് മേടിച്ചത്. ചെന പിടിക്കാതെ കൊടുക്കാന്ന് പറഞ്ഞ് നിർത്തിയിരുന്നതാണ്. ഇദ്ദേഹത്തിന് കൊണ്ടുവന്നപ്പോൾ വേറെ പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് തൈലേറിയായിരുന്നു. തൈലേറിയ പോസിറ്റീവ് ആയിരുന്നുകൊണ്ട് ആയിരിക്കാം ചെന പിടിക്കാണ്ടിരുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന എല്ലാ പശുക്കളും നമുക്ക് ഏകദേശം ഒരു 20-25 റേഞ്ച് പെർ ഡേ ആവറേജ് മിൽക്ക് പ്രൊഡക്ഷൻ ഉള്ളതാണ്. നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആവറേജ് പ്രൊഡക്ഷൻ നമുക്ക് 12 ലിറ്റർ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻസ് കൊടുത്തില്ല, ചുമ്മാ പറമ്പിൽ കൊണ്ടുപോയി കെട്ടി തിരിച്ചു പോകുന്നു, ആ ഒരു രീതിയിലായിരുന്നു. ആ പശുവിന് 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ 22-23 രൂപയ്ക്ക് ഞാൻ കൃത്യമായിട്ട് റേറ്റ് കൊടുക്കും. അപ്പൊ പണ്ട് മുതലേ ഫീഡ് ചലഞ്ച് ചെയ്താണ്. ഞാൻ നിനക്ക് തീറ്റ എന്തോരം വേണേലും തരാം, നീ അതനുസരിച്ച് പാലങ്ങ താ എന്നുള്ള കൺസെപ്റ്റിലാണ് പപ്പ ഒരു ഷൂട്ടിന് ചെയ്തുകൊണ്ടിരുന്നത്. അതനുസരിച്ച് തന്നെ ഞാനും ഫീഡ് ചലഞ്ച് ചെയ്താണ് പാല് കൊടുക്കുന്നത്. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി, ഞാൻ ശ്രീമോൻ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ഫാമിലാട്ടോ. പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല ജോലിയൊക്കെ ഉണ്ട്. ആള് കോളേജിൽ ലെക്ചറാണ്. ആ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് 25 പശുക്കളെ വളർത്തി അദ്ദേഹത്തിന്റെ ഫാദറും കൂടി വളർത്തിയിട്ട് നല്ല വരുമാനം കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഇവിടെ വാങ്ങുന്ന പശുക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ സാധാരണ പശുക്കളെ വാങ്ങാറില്ല, കൂടുതലും ചെന പിടിക്കാതെ അറക്കാൻ കൊടുക്കുന്ന പശുക്കളെ വാങ്ങുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പശുക്കളെ വാങ്ങുമ്പോൾ 1-2 കാര്യങ്ങളുണ്ട്. ഇതിന് ചെന പിടിപ്പിക്കണം, അതിനൊക്കെ വേണ്ടി ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഫാം വിജയിക്കാൻ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്ഷീരകർഷകർക്ക് ഏറ്റവും ഉപകാരപ്പെട്ടതായിരിക്കും. അപ്പൊ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ എത്ര നാളായിട്ടാണ് ഈ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തത്? നമ്മളിപ്പോ ഫാമിംഗിലേക്ക് വന്നിട്ട് 10-25 വർഷത്തോളമായി. പക്ഷേ ഒരു ഫാം എന്ന സെറ്റപ്പിലേക്ക് നമ്മൾ വന്നിട്ട് ഒരു 5 വർഷമായിട്ടുള്ളൂ. 5 വർഷമായിട്ടുള്ളൂ. കോവിഡിന് ശേഷമാണ് നമ്മൾ ഫാം എന്നൊരു കൺസെപ്റ്റിലേക്ക് മാറിയത്. അപ്പൊ അങ്ങനെ അപ്പച്ചനായിട്ട് തുടങ്ങിയതായിരിക്കും അല്ലേ? അതെ, ഫാദറായിട്ട് തുടങ്ങിയതാണ്. പപ്പ എക്സ് സർവീസ്മാൻ ആണ്, എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിൽ VRS എടുത്ത് വന്ന് വേറെ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് കൃഷിയും കാര്യങ്ങളും അതിന്റെ ഒപ്പം തന്നെ കുറച്ച് പശുക്കളുമായിട്ട് തുടങ്ങി. ഒരു പശു തുടങ്ങി, അത് പിന്നെ വലുതാക്കി ഒരു 6-7 പശുക്കളിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു 20 വർഷത്തോളം കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയല്ലോ ഈ ഒരു പശു ഫാം തുടങ്ങിയത്? അതെ, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. കുറവെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന കുട്ടികളിൽ നിന്ന് തന്നെ നമ്മൾ വീണ്ടും ബ്രീഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാണ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് തന്നെ വീണ്ടും അതിലേക്ക് റീഇൻവെസ്റ്റ്മെന്റ് ചെയ്താണ് നമ്മൾ പശുക്കളെ എണ്ണം കൂട്ടി കൊണ്ടുവന്നത്. നമ്മൾ ഈ ഫാം തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു 6 പശുക്കളാണ് ഉണ്ടായിരുന്നത്. ഈ സ്ട്രക്ചർ നമ്മൾ പണിതു. സ്ട്രക്ചർ പണിതതിന് ശേഷം നമുക്ക് 6 പശുക്കൾ ഉണ്ടായിരുന്നു. ഈ 6 പശുക്കളിൽ നിന്ന് നമ്മൾ കിട്ടുന്ന പ്രോഫിറ്റ് വെച്ച് നമ്മൾ ഓരോ മാസവും കിട്ടുന്ന പ്രോഫിറ്റ് വെച്ച് തന്നെയാണ് വീണ്ടും ഓരോ പശുക്കളെ കയറ്റി അത് നമ്മൾ എടുക്കുന്ന സമയത്ത് വലിയ പൈസ കൊടുത്ത് 1 ലക്ഷം 1.25 ലക്ഷം ഒക്കെ കൊടുത്ത് പശുക്കളെ മേടിക്കാതെ അറക്കാൻ കൊടുക്കുന്ന പ്രായം കുറഞ്ഞ് നല്ല പശുക്കളെ നോക്കി ചെന പിടിക്കാതെ നിൽക്കുന്ന പശുക്കളെ നോക്കി നമ്മൾ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചെന പിടിപ്പിച്ചെടുത്താണ് നമ്മൾ ഫാം ഈ രീതിയിലേക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അറക്കാൻ കൊണ്ടുവരുന്ന പശു എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ചെന പിടിക്കാൻ സാധ്യത ഉണ്ടാവുമോ? എല്ലാരും ഉപേക്ഷിച്ചൊരു പശുക്കളെ നമുക്ക് നമ്മുടെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെയും വെറുതെ കളയാതെ നമ്മളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ കളഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ എനിക്കിവിടെ കൊണ്ടുവന്നേക്കണേ ഒരു പശു പോലും ചെന പിടിക്കാതെ പോയിട്ടില്ല. നമുക്കിപ്പോ ഈ ഫാമിനകത്ത് തന്നെ ഒരു 6-7 പശുക്കളോളം ചെന പിടിക്കാതെ പലരും വിറ്റ പശുക്കളുണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ്. ഇപ്പൊ നമ്മുടെ പശുക്കളെല്ലാം റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. രാവിലത്തെ എല്ലാ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് കറവയുടെ സമയത്താണ് അവരെ ഡിസ്റ്റർബ് ചെയ്യാനൊക്കെ വരുവുള്ളൂ. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണേ? നമ്മള് രാവിലെ 1 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അപ്പച്ചനും ചേട്ടനും കൂടെ ഞാനും പപ്പയും അമ്മയാണ്. അമ്മയും ഇതിനകത്തൊരു മേജർ റോള് ഉണ്ട്. അമ്മയും ഞാനും പപ്പയും കൂടി രാവിലെ വരും. അപ്പൊ ഒരാള് ചാണകം വരും, അടുത്തയാള് പശുവിനെ കുളിപ്പിക്കും, അടുത്തയാള് കറന്നുകൊണ്ട് വരും. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് അറക്കാൻ കൊണ്ടുവന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ച പശുക്കളാട്ടോ. ചേട്ടാ ഒന്ന് കാണിച്ചു തരാം ഞങ്ങളെ. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ പേരിട്ടിട്ടുണ്ടല്ലേ? അതെ, എല്ലാവർക്കും നമ്മൾ പേരുണ്ട്. നമ്മുടെ മക്കളെ പോലെയാണ്. ഇദ്ദേഹം നമ്മൾ അറക്കാൻ കൊണ്ടുവന്ന് മേടിച്ച പശുവാണ്. ചെന പിടിക്കാതെ നിന്ന് അറക്കാൻ കൊണ്ടുവന്ന് അവർ അവസാനം അടുത്ത് കൊടുക്കുവാന്ന് പറഞ്ഞെടുത്ത് നമ്മൾ മേടിച്ചോണ്ട് വന്നതാണ്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ 28,000 നമ്മൾ മേടിച്ചത്. അന്നേരം നമുക്ക് 4 ലിറ്റർ പാല് ആ റേഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. പേര് പറയാവോ? ഇത് അപ്പു. പിന്നെ അടുത്ത ഇപ്പൊ ഈ കിടന്ന് ഇവള് ഇദ്ദേഹത്തിന് 22,000 രൂപയ്ക്കാണ് മേടിച്ചത്. ചെന പിടിക്കാതെ കൊടുക്കാന്ന് പറഞ്ഞ് നിർത്തിയിരുന്നതാണ്. ഇദ്ദേഹത്തിന് കൊണ്ടുവന്നപ്പോ വേറെ പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് തൈലേറിയ പോസിറ്റീവ് ആയിരുന്നുകൊണ്ട് ആയിരിക്കാം ചെന പിടിക്കാണ്ടിരുന്നത്. ഇവിടെ വന്ന് നമ്മൾ നോക്കി തീറ്റ എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് ആ ഒരു കറക്റ്റ് പാറ്റേൺ അല്ലാന്ന് കണ്ടപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. നമ്മുടെ പശുക്കൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ട് നമ്മൾ അപ്പൊ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഐവെറ്റിന്റെ ടീം കൂടെ വരും.
ഐബെറ്റ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഉണ്ട്. അവരുടെ ടീം വരും, അവർ വന്ന് ബ്ലഡ് എടുത്തുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്ത റിസൾട്ട് നമുക്ക് അയച്ചു തരും. ആ റിസൾട്ട് നമ്മൾ വെറ്ററിനറി ഡോക്ടറിന് നമ്മൾ അയക്കും. ഇദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അടുത്ത മതിക്ക് തന്നെ ചെന പിടിക്കുകയും ചെയ്തു. അപ്പൊ ഈ തൈലേറിയ വന്ന പശുക്കളെ എല്ലാരും ഉപേക്ഷിക്കുകയും ചെയ്യണം, മറ്റുള്ള പശുക്കളെ കൂടെ നിർത്താറില്ല. അപ്പൊ ഇല്ല, നമുക്ക് അങ്ങനെ നമ്മളൊരു പശുക്കളെ നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കാറില്ല. നമ്മൾ അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് ക്വാറന്റൈൻ ചെയ്യേണ്ട പശുക്കളെ ആണെങ്കിൽ നമ്മൾ ക്വാറന്റൈൻ ചെയ്യും. ഇല്ല ഇതിങ്ങളുടെ ഒപ്പം നിന്നാലും പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പശുക്കളെ ഒപ്പം തന്നെ നിർത്തും. ഓരോ സ്റ്റേജുകളുണ്ട്. ഇപ്പൊ 1+, 2+, 3+ അങ്ങനെ ഉണ്ട്. തൈലേറിയ ഇവള് 2+ ആയിരുന്നു നമ്മൾ എടുത്ത സമയത്ത്. അപ്പൊ നമ്മൾ അത്ര ഡേഞ്ചർ അല്ല. അത് അടുത്ത ആൾക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. ഇവളുടെ പേരെന്താ? ഇത് ബേബി. അപ്പൊ ഇത് എത്രാമത്തെ പ്രസവമായിരുന്നു? ഇദ്ദേഹം നമ്മളിപ്പോ രണ്ടാമത്തെ പ്രസവം. ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 വർഷത്തോളം അവിടെ നിന്ന് കറന്നു. എന്നിട്ട് ചെന പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് കൊടുത്തത്. ഇവിടെ കൊണ്ടുവന്ന് നമുക്കിപ്പോ ഏകദേശം 1 വർഷമായി, പ്രസവിച്ചു 2-3 മാസമായി. എത്ര ലിറ്റർ പാലുണ്ട്? നമുക്ക് ഇവിടെ നിൽക്കുന്ന എല്ലാ പശുക്കളും നമുക്ക് ഏകദേശം ഒരു 20-25 റേഞ്ച് പെർ ഡേ ആവറേജ് മിൽക്ക് പ്രൊഡക്ഷൻ ഉള്ളതാണ്. നമുക്ക് മൊത്തത്തിൽ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആവറേജ് പ്രൊഡക്ഷൻ നമുക്ക് 12 ലിറ്റർ ആണ്. ഇപ്പോ നമുക്കത് 7 ലിറ്റർ ആയിരുന്നു ഫാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. നമുക്കതൊരു 18 ലിറ്ററിലേക്ക് എത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രയത്നം കൊണ്ട് അത് കൂടി ഇപ്പൊ 12 എത്തി. ഇനി ഒരു 18 വരെയൊക്കെ എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വേറെ പശുക്കള് ഇതിന് നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഇദ്ദേഹം നമ്മള് പാല് കൊടുക്കാൻ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഒരാൾ നമ്മളോട് പറഞ്ഞു പശു പ്രസവിച്ചിട്ടുണ്ട്, നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ന് നമ്മൾ നോക്കി 75,000 കണ്ട വഴി നമുക്ക് പശുവിനെ ഇഷ്ടപ്പെട്ട വഴി 75,000 നമ്മൾ റേറ്റ് പറഞ്ഞു. ഇല്ല തരില്ല, 80,000 വേറെ ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ നിങ്ങൾ അന്ന് കൊടുത്തോ, ഞാൻ മാക്സിമം റേറ്റ് ആണ് പറഞ്ഞത്, എനിക്ക് അതിൽ കൂടുതൽ റേറ്റ് തരാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ ഇല്ല ഞാൻ വേറെ ആൾക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വേറെ അനക്കമൊന്നുമില്ല. അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ പശുവിനെ കൊണ്ടുപോയിക്കോളാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് പാലില്ല. 3 ലിറ്റർ പാലായി. ഞാനൊരു 10 ലിറ്റർ മേളിൽ പ്രതീക്ഷിച്ച പശുവാണ്. പ്രസവിച്ച ഉടനെ ഞാൻ ഒരു 10 ലിറ്റർ മേളിൽ കടിഞ്ഞൂലായിരുന്നു. 10 ലിറ്റർ മേളിൽ പ്രതീക്ഷിച്ചായിരുന്നു. ആ പാലില്ല, 3 ലിറ്റർ പാലേ ഉള്ളൂ. ഇത് ചെയ്തിട്ട് പൈസ ഭയങ്കര ക്ഷീണിച്ച് എല്ലാ എല്ലും ഇങ്ങനെ എണ്ണി എടുക്കാവുന്ന രീതിയിലായിരുന്നു പശുവിനെ. അത് അവര് കെയർ ചെയ്യാത്തോണ്ടാണ്. പശുവിനെ അവര് കെയർ ചെയ്യാത്തോണ്ടാണ്. പ്രോപ്പർ ഡിവോമിങ് ചെയ്തില്ല, പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻസ് കൊടുത്തില്ല, ചുമ്മാ പറമ്പിൽ കൊണ്ടേ കെട്ടി തിരിച്ചു പോകുന്നു. ആ ഒരു രീതിയിലാണ്. ആ പശുവിന് 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ 22-23 രൂപയ്ക്ക്, ഞാൻ കൃത്യമായിട്ട് റേറ്റ് ഓർക്കുന്നില്ല, 23,000 25,000 ആ റേഞ്ചിനുള്ളിലാണ് നമ്മൾ ആ പശുവിനെ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് പ്രോപ്പർ ന്യൂട്രീഷൻ കൊടുത്തു. ഇപ്പൊ പ്രസവിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഒരു മോർണിംഗ് ഒരു 12 ലിറ്റർ ഉണ്ടാവും, ഈവനിങ് അതുപോലെ തന്നെ ഒരു 10 ലിറ്റർ. നമുക്ക് 12 അവേഴ്സ് ഗ്യാപ്പിലാണ് നമ്മൾ പശുക്കളെ ഇറക്കണേ. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരം നമ്മുടെ പശുക്കളുടെ അളവ് ഏകദേശം കറക്റ്റ് ആയിരിക്കും. നമുക്ക് ഇത്രയും പശുക്കളിൽ നിന്ന് 290-300 ലിറ്റർ പാല് പെർ ഡേ പ്രൊഡക്ഷൻ ഉണ്ട്. അടുത്തത് ഈ ജേഴ്സി എങ്ങനെയാണ്? ഇത് ആക്ച്വലി ഫാം നിർത്തിപ്പോയതാണ്. ഒരു ഫാം നിർത്തിപ്പോയപ്പോ ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ്. അതും ഇങ്ങനെ ഉപേക്ഷിച്ച് നിന്ന പശുവാണ്. ശരിക്കും ചെന പിടിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ തന്ന ചെന പിടിച്ചില്ല. പക്ഷെ നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ ചെന ഉണ്ടായിരുന്നു പശുവിനെ. അത് പക്ഷെ അറക്കാൻ കൊടുത്ത പശുവിനെ തന്നെ മേടിച്ചുകൊണ്ട് വന്നത്. അന്ന് 3 പശുക്കളെ കൂടി 1,20,000 രൂപയ്ക്ക് നമ്മൾ 3 പശുക്കൾ ഒന്നിച്ചെടുക്കുക ചെയ്ത്. ഇവിടെ നമ്മൾ ജേഴ്സി തന്നെയാണ് വിളിക്കുന്നത്. നെയിംസിന് ഭയങ്കര സ്കേഴ്സിറ്റിയാണ്. അപ്പൊ ഈ ന്യൂട്രീഷൻ കറക്റ്റ് ആക്കുമെന്ന് വെച്ചാൽ എങ്ങനെയാ? നമ്മള് ന്യൂട്രീഷൻ കറക്റ്റ് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കറക്റ്റ് ടൈമിൽ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. നമ്മൾ റെഗുലർ ആയിട്ട് ഒരേ ഭക്ഷണങ്ങൾ തന്നെ റെഗുലർ ആയിട്ട് കൊടുക്കുക. നമുക്ക് ഇന്നിപ്പോ ഒരു ദിവസം ഒരാൾക്ക് പച്ചക്കറി വേസ്റ്റ് കിട്ടി, പച്ചക്കറി വേസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു. അടുത്ത ദിവസം വേറെ എന്തെങ്കിലും വേസ്റ്റ് കിട്ടി, അത് കൊണ്ടുപോയി കൊടുത്തു. കുറെ ബിയർ വേസ്റ്റ് മേടിച്ചു കൊടുത്തു. അങ്ങനെ കൊടുക്കാതെ റെഗുലർ ആയിട്ട് നമ്മളിപ്പോ പുല്ലാണ് കൊടുക്കുന്നതെങ്കിൽ ആ പുല്ല് തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് പശുക്കൾക്ക് റെഗുലർ ഗ്യാപ്പിൽ റെഗുലർ ടൈമിൽ തന്നെ കൊടുത്തോണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ ആ സെയിം ഫുഡ് തന്നെ കൊടുക്കുക. അതായത് തോന്നിയതുപോലെ ഫുഡ് കൊടുക്കാതെ. അതുപോലെ തന്നെ അതുങ്ങൾക്ക് ആവശ്യമുള്ള പണ്ടത്തെ പശുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിച്ചുവിട്ട് തീറ്റുന്ന പശുക്കളായിരുന്നു. അഴിച്ചുവിട്ട് തീരുന്ന സമയത്ത് അതുങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻസും അതുങ്ങൾക്ക് ആ പല പുല്ലുകൾ കടിക്കുമ്പോൾ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള പശുക്കൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എല്ലാം ഹൈബ്രിഡ് ആണ്. നമുക്ക് പണ്ട് 4 ലിറ്റർ കിട്ടിക്കൊടുത്ത നേരത്തെ ഇന്ന് 15 ലിറ്റർ 20 ലിറ്റർ ആണ് പാല് കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ന്യൂട്രീഷൻ കൂടെ അതിങ്ങൾക്ക് വേണം. അപ്പൊ നമ്മൾ സപ്ലിമെന്റ്സ് കൂടെ അതിന്റെ ഒപ്പം കൊടുക്കണം. കാൽസ്യം, മഗ്നീഷ്യം അങ്ങനെയുള്ള സപ്ലിമെന്റ്സും കൂടെ അതിന്റെ ഒപ്പം ഫീഡിന്റെ ഒപ്പം കൊടുക്കണം. അതുപോലെ തന്നെ പശുക്കൾക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പെല്ലറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുങ്ങളുടെ റൂമിനെ നമ്മൾ ആൾട്ടർ ചെയ്യുവാണ്. അതായത് ശരിക്കും പുല്ല് തിന്നേണ്ട പശുക്കൾക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് കൊടുത്ത് അതുങ്ങളെ പറ്റിക്കുവാണ്. അപ്പൊ അങ്ങനെ പറ്റിക്കുന്ന സമയത്ത് മാന്യമായിട്ട് പറ്റിക്കണം. മാന്യമായിട്ട് പറ്റിക്കുക എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ പുല്ലിന്റെ ഒപ്പം മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് പുല്ല് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ കൊടുക്കുക, അല്ലാതെ
ഇത് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ദഹിക്കില്ല. നമ്മൾ പശുക്കൾക്ക് ഒരു പ്രക്രിയയുണ്ട്, ഈ സാധനം നമ്മൾ കഴിക്കും, കഴിച്ചതിന് ശേഷം തിരിച്ചെടുത്ത് അയ വെട്ടുകയാണ്, അങ്ങനെയാണ് ദഹിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കാൽത്തീറ്റ കലക്കി കൊടുത്തു കഴിയുമ്പോൾ ഈ കാൽത്തീറ്റ തിരിച്ചെടുക്കാൻ കിട്ടില്ല നിങ്ങൾക്ക്. അതായത് വെള്ളത്തോടെ വെറുതെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കിട്ടില്ല, കടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുല്ലിട്ട് പുല്ലിന്റെ ഒപ്പം തന്നെ ഇത് കൂടെ മിക്സ് ചെയ്ത് കാൽത്തീറ്റ പെല്ലറ്റ് കലക്കാതെ തന്നെ ഇട്ട് കൊടുക്കും. കലക്കാതെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പുല്ല് എടുക്കുന്നതിന്റെ ഒപ്പം ഇതുങ്ങൾ എടുക്കും, തിരിച്ച് പുല്ല് അയ വെട്ടാൻ എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ കാൽത്തീറ്റ വീണ്ടും ഒന്നും കൂടെ എടുത്ത് അയ വെട്ടി തിരിച്ചിറങ്ങി ഡൈജസ്റ്റ് ആവും. അപ്പൊ 25 പശു എന്നുള്ള സൈക്കിൾ എങ്ങനെ രൂപീകരിച്ചിരിക്കണേ? നമ്മൾ മെയിൻ ആയിട്ട് സൈക്കിൾ എന്നതിലുപരി നമ്മൾ ആവറേജ് മിൽക്ക് എന്നുള്ളതാണ്. പെർ ഇയറിൽ നമുക്ക് ത്രൂ ഔട്ട് ദ ഇയറിൽ 12 ലിറ്റർ അല്ലെങ്കിൽ 13 ലിറ്റർ ആവറേജ് പ്രൊഡക്ഷൻ കിട്ടണം. ഈ ആവറേജ് പ്രൊഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 1-2 പശുക്കൾ പ്രസവിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് ഈ ആവറേജ് പ്രൊഡക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെന പിടിപ്പിച്ചെടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സൈക്കിൾ കറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പാല് കുറയുമ്പോഴാണ് നമ്മൾ ഒരു പശുവിനെ മേടിച്ചുകൊണ്ടിരുന്നത്, പാല് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ കറക്റ്റ് ആയിട്ട് സൈക്കിൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഒരു പശു പ്രസവിച്ചു, ആ പശു പ്രസവിച്ച് 3 മാസം 45 ദിവസത്തിൽ മതി കാണിക്കും. മതി റെഗുലർ ആണെങ്കിൽ 90 ദിവസം വരെ ആവും. 90-ാം ദിവസത്തിനുള്ളിൽ നമ്മൾ ചെന പിടിപ്പിച്ചെടുത്തിരിക്കും. അത് കഴിഞ്ഞാൽ എല്ലാ പശുക്കളും ഈ 90 ദിവസത്തിൽ ചെന പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ 2 പശുക്കൾ വെച്ച് എല്ലാ മാസവും പ്രസവിക്കുന്ന രീതിയിലേക്ക് ആയി വരും. അപ്പൊ 5 വർഷത്തോളമായി ഫുൾ ടൈം ഈ ഫാമിംഗിലേക്ക് ഇറങ്ങിയിട്ട് അതിന് മുമ്പുള്ള പശുക്കൾ ഇവിടെ എങ്ങനെ ഉണ്ടോ? ഉണ്ട്, നമുക്ക് അതിന് മുമ്പുണ്ടായിരുന്ന ഒരു 3 പശുക്കളോട് കൂടെ ഉണ്ട്. പിന്നെ അത് കൂടാതെ അന്നുണ്ടായിരുന്ന പശുക്കളുടെ ഗ്രാക്കുകൾ കൂടെ ഉണ്ട്. ഇത് ഇവിടെ ഉണ്ടായ ഗ്രാവ് തന്നെയാണ്. ഇത് നമുക്ക് ഗീർ ക്രോസ് ആണ്. ഇത് ഒരു 2016 കാലഘട്ടത്തില് 15 കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായ കിടാവാണ്. അതെ. പിന്നെ അദ്ദേഹം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പശുവിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന പശുവിന്റെ കിടാവാണത്. ആ കുട്ടികളെ നിർത്തും, നമ്മൾ നല്ല ബ്രീഡിനെ നമ്മൾ നിർത്തും. പിന്നെ ഇദ്ദേഹം ഇവിടെ ഉണ്ടായ കിടാവ് തന്നെയാണ്. ഇതിന്റെ അമ്മ പശു അങ്ങേയറ്റത്തുള്ള പശുവാണ്. ആ പശു നേരത്തെ ഉണ്ടായിരുന്നതാണ്. പിന്നെ അതിന്റെ ഇപ്പോഴുള്ളത് ഈ HF ക്രോസ് പശു, ഇതും നേരത്തെ ഉണ്ടായിരുന്ന പശുവാണ്. ഇത്രയും പശുക്കളാണ്. പിന്നെ ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായ കിടാവാണ്. പിന്നെ അദ്ദേഹം ആ ചെറിയ പശു ഇവിടെ ഉണ്ടായ കിടാവാണ്. ഇപ്പൊ എന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ഗ്രാവിന് മേടിക്കണേക്കാൾ ഗ്രാവിന് വളർത്തിയെടുക്കണേക്കാൾ ലാഭമാണ് അറക്കാൻ കൊടുക്കുന്ന പശുവിനെ മേടിച്ചുകൊണ്ട് വന്ന് റെഡിയാക്കി എടുക്കുക. അതെ, കാരണം ഒരു ഗ്രാവിനെ വളർത്തണമെങ്കിൽ 18 മാസം പക്ക ന്യൂട്രീഷൻ കൊടുത്ത് വളർത്തിയെങ്കിൽ മാത്രമാണ് ആ ഗ്രാഹകൾ നല്ല പ്രൊഡക്ഷനിലേക്ക് വരുള്ളൂ. അതേസമയത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന നല്ല പശുക്കള് അറക്കാൻ കൊടുക്കാൻ അതിനെ കുറച്ച് നാളെ ന്യൂട്രീഷൻ കൊടുത്ത് ഒരു വർഷത്തിൽ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പശു നല്ലൊരു ഈൽഡ് തരുന്ന പശു, പാലുൽപാദനം കൂടിയൊരു പശുവായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ പെല്ലറ്റ് അപ്പൊ എന്തോരം കൊടുക്കുന്നുണ്ട്? നമ്മൾ ശരിക്കും ഫീഡ് ചലഞ്ച് ചെയ്താണ് പെല്ലറ്റ് കൊടുക്കുന്നത്. ഫീഡ് ചലഞ്ച് ചെയ്ത്, അതായത് ഞാൻ എന്തോരം തീറ്റ തരും, നീ എന്തോരം പാൽ എനിക്ക് തരും എന്നുള്ള ചലഞ്ചിലാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ പശുക്കൾക്ക് നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം ആദ്യത്തെ ഒരു 6 ദിവസം നമ്മൾ ഒരു കോൺസ്റ്റന്റ്, അതായത് ആ മടിനീര് എന്ന് പറഞ്ഞൊരു ആ നീര് മാറുന്നേരം വരെ കോൺസ്റ്റന്റ് ആയിട്ട് പശുക്കൾക്ക് ഒരു ഫിക്സഡ് റേറ്റിൽ കൊടുക്കും. അതിനുശേഷം നമ്മൾ 3 ദിവസം കൂടുമ്പോൾ 1/2 കിലോ വെച്ച് തീറ്റ കൂട്ടി കൊടുക്കും. 1/2 കിലോ വെച്ച് തീറ്റ കൂട്ടി കൊടുത്ത് എന്തോരും അവരുടെ പീക്ക് പ്രൊഡക്ഷൻ എന്തോരം എത്തുന്നു അവിടെ നമ്മൾ ഫിക്സ് ചെയ്യും. ഇതാണ് അവർക്കുള്ള തീറ്റ, ഇത്രയാണ് അവർക്ക് കൊടുക്കേണ്ട ഫീഡ്. അത് ചില പശുക്കൾക്ക് 9 കിലോ വരും, ചില പശുക്കൾക്ക് 10 കിലോ വരും, ചില പശുക്കൾക്ക് 7 കിലോയിൽ വരും. അപ്പൊ എന്തോരമാണ് ആ ഫീഡ് അവരെടുക്കുന്നതും അവര് പ്രൊഡക്ഷൻ എന്തോരം തരുന്നുള്ളതും നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും പാലിന്റെ പ്രൊഡക്ഷൻ അനുസരിച്ചാണ് തീറ്റ. അതെ, പാലിന്റെ പ്രൊഡക്ഷൻ അനുസരിച്ചാണ് നമ്മളോട് ഫീഡ് കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞ ചേട്ടൻ ഏത് ഫീൽഡായിരുന്നു പഠിത്തത്തില്? ഞാൻ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാർമസിയാണ്. ഞാൻ ഫാർമസിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ PhD ആണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും പാഷൻ എന്ന് പ്രൊഫഷൻ ആയിട്ട് വരുമ്പോൾ അന്ന് നമുക്ക് ജോലി ചെയ്യാൻ മടിപ്പുണ്ടാവില്ല എന്നുള്ളതാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇത് എന്റെ ലാപ്ടോപ്പ് നോക്കി കഴിഞ്ഞാൽ എന്റെ ഫാം എങ്ങനെ ഡിസൈൻ ചെയ്യണം, എങ്ങനെ എത്ര പശുക്കൾ വേണം, അതൊക്കെ എന്റെ ലാപ്ടോപ്പിൽ അന്ന് മുതലേ കിടക്കുന്നുണ്ട്. ഞാൻ വെൽ പ്ലാൻഡ് ആണ്. നമ്മളൊരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ ആരെങ്കിലും പറഞ്ഞ കേട്ട് ഫാം തുടങ്ങിയ ഒരു വ്യക്തി അല്ല ഞാൻ. എനിക്ക് ഇത്ര പശുക്കൾ വേണം, ഇന്ന രീതിയിൽ കൊണ്ടുപോകണം, ആ പശുക്കളെ ഏത് രീതിയിൽ കെയർ ചെയ്യണം എന്നുള്ളതെല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ അതിനുശേഷം നമ്മള് ഇപ്പൊ റിസർച്ച് വർക്കാണ് ചെയ്തത്. AMR-ലായിരുന്നു, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ്. ഇപ്പൊ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു 2050 ആകുമ്പോഴത്തേക്കും നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആയിരിക്കും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ എന്താ പറയണേ, പെട്ടെന്ന് ഈ വിഷവാതകമൊക്കെ ശ്വസിച്ച് ആൾക്കാർ പെടഞ്ഞു വീണ് മരിക്കില്ലേ, ആ ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ നാടെത്തും. അതിന്റെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഇറാഷണൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, പിന്നെ ആവശ്യമില്ലാതെ ഫാർമസിയിൽ പോയി ആന്റിബയോട്ടിക്സ് മേടിച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനൊക്കെ ഒരു പ്രിക്കോഷൻസ് ഉള്ളത്. പിന്നെ പശുക്കളിലാണെങ്കിലും കോഴികളിലാണെങ്കിലും ആന്റിബയോട്ടിക്കിന്റെ യൂസേജ് കണ്ടമാനമുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്റെ
കസ്റ്റമേഴ്സിന് ആന്റിബയോട്ടിക് ഫ്രീ മിൽക്ക് കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ ഫാം തുടങ്ങുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ആന്റിബയോട്ടിക് ഫ്രീ മിൽക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പശുവിന്റെ ഒരു ആന്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ ആ ആന്റിബയോട്ടിക് എത്ര ദിവസം ആ പശുവിന്റെ ശരീരത്തിൽ ഉണ്ടാവും, ആ പശു എത്ര ദിവസത്തേക്ക് പാല് വഴി ആ ആന്റിബയോട്ടിക് എക്സ്ക്രീറ്റ് ചെയ്യും. അത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കത് നമ്മുടെ ശരീരത്തിലും ആ ആന്റി മൈക്രോബിയലിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് അസുഖം വരുമ്പോൾ നമുക്ക് ആന്റിബയോട്ടിക് എടുക്കുമ്പോൾ ഏക്കാണ്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പശുക്കളുടെ പാല് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. അപ്പൊ ഞാനിപ്പോ എന്റെ പശുവിന് ഒരു ആന്റിബയോട്ടിക് എടുത്തിട്ടുണ്ടെങ്കിൽ 3 days 5 days അങ്ങനെ പല ഡ്യൂറേഷൻ ഉണ്ട്, ആ ആക്ഷൻ പല ദിവസങ്ങളുണ്ട്. അത്രയും ദിവസം നമ്മൾ ആ പാല് ഡിസ്കാർഡ് ചെയ്യുകയാണ്, എടുക്കില്ല, നമ്മൾ ബയോഗ്യാസിലേക്ക് ഒഴിച്ചു കളയുള്ളൂ. അപ്പൊ നമ്മുടെ ചേട്ടന്റെ അപ്പച്ചനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പച്ചന്റെ പേര് പറഞ്ഞോ? എന്റെ പേര് ബാബു എന്നാണ് വിളിക്കുന്നത്. ഒഫീഷ്യൽ നെയിം ഏലിയാസ് എന്നായിരുന്നു. മിലിറ്ററിയിലായിരുന്നല്ലേ? എയർഫോഴ്സിലായിരുന്നു. ഓക്കെ. പിന്നെ എങ്ങനെയാണ് അതിന് ശേഷമാണ്, ജോലിക്ക് ശേഷമാണ്, അതിന് മുമ്പ് ഉണ്ടായിരുന്നു ഈ ഫാം ജോലിക്ക് ശേഷം ചെറുപ്പം തൊട്ട് എനിക്ക് കൃഷിയോടാണ് താല്പര്യം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 15 കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ BRS എടുത്തു. BRS എടുത്ത് ഇവിടെ വന്ന് കൃഷി തന്നെ മെയിൻ ആയിട്ട് തുടങ്ങി. അപ്പൊ കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു, റബ്ബറിൽ സ്വന്തമായിട്ട് ടാപ്പ് ചെയ്യും, കുറച്ച് വാഴ കൃഷി, അങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. അതിന്റെ കൂടെ ഒരു പശുവിനെ മേടിച്ച് നിർത്തി, ഒറ്റ പശുവിന്. അപ്പൊ ഈ പശുവിനെ വിറ്റ് പാല് വിറ്റ് വന്നു കഴിഞ്ഞപ്പോ പശുവിന് ആവശ്യക്കാര് കൂടി പാലിന്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ അതിന്റെ കറവ് പറഞ്ഞപ്പോ ഞാൻ അടുത്ത ഒരു പശുവിനെ മേടിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് അതും വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത പശുവിനെ മേടിച്ചു. അങ്ങനെ കയറ്റി കൊണ്ടുവന്ന് ഒരു 6 പശു 7 പശുവിനെ കൊണ്ടുവന്ന് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോരുവായിരുന്നു. അപ്പൊ ഒറ്റ പശുവിന് തുടങ്ങി, പിന്നെ 7 പശുവായി. പിന്നീട് ആ ഒരു അറിവ് മകനിലേക്ക് പകർന്നു. പിന്നെ മോൻ വന്നു കഴിഞ്ഞാൽ അവന്റെ ഇതില് താല്പര്യമായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ കുറെ കൂടി ഡെവലപ്പ് ആക്കി. അപ്പൊ ഈ ഒരു പശു വളർത്തൽ അത്യാവശ്യം നല്ലൊരു വരുമാന മാർഗമാണോ? തീർച്ചയായിട്ടും നല്ലൊരു വരുമാന മാർഗമാണ്. അതെങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സർവീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് സാമ്പത്തിക ടൈറ്റുകളൊക്കെ വന്നു. ആ ടൈറ്റ് മാറി കിട്ടിയത് ഈ പശു വളർത്തിൽ നിന്ന് മാത്രം. വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാ? ഒരു ഫാമിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്താ പറയാ, വേസ്റ്റ് കളയാന്നുള്ളത്. അതെ, തീർച്ചയായും. ഒരു 10-25 പശുക്കൾ എന്ന് പറയുമ്പോൾ എല്ലാരും പറയും ഷെഡ് കെട്ടിയിട്ടാൽ മതിയായി, ചാണകം, അങ്ങനെ പല പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഇതിനൊന്നും ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. നമുക്ക് ചാണകം, അതുപോലെ തന്നെ തൊഴുത്ത് കിടന്ന വെള്ളം, പശുവിന്റെ മൂത്രം. ഞാനിപ്പോ ഇവിടെ ചെയ്യുന്ന ഇതെല്ലാം എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. നമുക്ക് ഒന്നാമത് ബയോഗ്യാസിന്റെ പ്ലാന്റ് ഉണ്ട്. ഞാൻ പ്ലാന്റ് ഇട്ടപ്പോൾ ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ്. 6 ക്യൂബിന്റെ നമുക്ക് പ്ലാന്റ് അവിടെയാണ്. പ്ലാന്റ് മണ്ണിന്റെ അടിയിലാണ് പ്ലാന്റ് വരുന്നത്. അതിന്റെ പൈപ്പ് മാത്രമാണ് നമുക്ക് മേളിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ അതിനോടനുബന്ധിച്ച് ചെറിയ രീതിയിൽ കൃഷി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ കൃഷി, മുളകും, വഴുതന, അങ്ങനെ വെണ്ട, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, തക്കാളിയൊക്കെ ആയിട്ട്. അപ്പൊ ഇതിന്റെ ഈ സ്ലറി വന്ന് നമുക്ക് അതെടുത്ത് കൃഷിക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് നല്ല ഒരു 3 വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്യാസ് നമുക്ക് അവൈലബിൾ ആണ്. രാവിലെ ഒരു 3 മണി മുതൽ രാത്രി ഒരു 9 മണി വരെയും ഗ്യാസ് ചുമ്മാ കത്തിച്ച് കളയാണ്. കാരണം ഗ്യാസ് കൂടുതലാണ്, പ്രൊഡക്ഷൻ കൂടുതലാണ്. അത് കാരണം നമ്മൾ ചുമ്മാ കത്തിച്ച് കളയാണ്. LPG വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. അതെ, അതിന്റെ ലാഭമുണ്ട്. അത് എങ്ങനെ വന്നാലും ഇപ്പൊ 1000 അല്ല വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഗ്യാസിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം നിൽക്കില്ല, ഒരു സിലിണ്ടർ നിൽക്കില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നവരെ ഇതിനകത്താണ്. വെള്ളമൊക്കെ എപ്പോഴും കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുമായിരിക്കും, എപ്പോഴെങ്കിലും എടുത്ത് യൂസ് ചെയ്യാവുന്ന രീതിയിൽ. പിന്നെ നമ്മൾ ചാണകം നമ്മൾ പൊടിയാക്കുവാണ്. നമുക്കൊരു ചെറിയ ഡിവാട്ടറിംഗ് മെഷീൻ ഉണ്ട്. നമുക്കിവിടെ നമ്മുടെ ശരിക്കും ഒരു വില്ലേജ് ഏരിയ ആണ്. ഈ വില്ലേജ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വോൾട്ടേജിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെറിയ രീതിയിലുണ്ട്. അപ്പൊ നമുക്ക് ഒരു മാനുവൽ ഡിവാട്ടറിംഗ് മെഷീൻ ആണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ചാണകം ഒരു ദിവസം ഫുള്ള് ചാണകം ഒന്നിച്ച് ഫീഡ് ചെയ്ത് നമ്മൾ ഇതിനകത്തിട്ട് പൊടിയാക്കി എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ബക്കറ്റ് കളക്ട് ചെയ്ത് വെക്കും. കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അന്നന്ന് എടുത്ത് രാവിലെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അതെടുത്ത് ഇതിനകത്ത് മെഷീൻ മോട്ടർ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇതുവഴി ചാണകം ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ചാണകം പൊടിയായിട്ട് വരും. നമ്മൾ ആ പൊടി എടുത്ത് അവിടെ മാറ്റിയിടും. നമ്മളിത് ഇത് നമ്മൾ നിറച്ച് അട്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. ഇതിപ്പോ ഓർഡർ ഉണ്ട്, എനിക്ക് കൊണ്ടു കൊടുക്കാനുള്ള സമയം ഇല്ലാത്ത കാരണമാണ്. ഇത് ഇന്ന് രാവിലെ ചെയ്തതാണ്. ഇത് ചെറിയൊരു ഈർപ്പം ഉണ്ടാവും. ഈ ഈർപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മൈക്രോബ്സ് നശിച്ചു പോകും. ഈ മൈക്രോബ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് മണ്ണിന് സമ്പുഷ്ടമായിട്ട് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചുമ്മാ ചവറ് പോലെ കിടക്കുകയുള്ളൂ. അപ്പൊ ആ ചെറിയ ഈർപ്പത്തോട് കൂടി നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കും. അതുണ്ട് ഇവിടെ നമുക്ക് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇതുണ്ട്, നമുക്ക് കൈ കൊണ്ട് എടുക്കാം. സാധാരണ ചാണകം അങ്ങനെ പ്രശ്നങ്ങളൊന്നും. അതെ, നമ്മൾ ചെറിയ പാക്കറ്റ് ആയിട്ട് കൊടുക്കുന്നവര് നമ്മൾ ആംബിൾ എന്ന് പറഞ്ഞ നമ്മുടെ ബ്രാൻഡ് ആംബിൾ ആണ്. ഫാമിന്റെ പേര് അതാണോ? അതെ, ഫാമിന്റെ പേര് വണ്ടിയുടെ പേരില്. അതിന്റെ ഒരു പാക്കറ്റ് ഞങ്ങളൊന്ന് കാണിക്കാം. നമ്മുടെ ബ്രാൻഡ് ഇതാണ് ആംബിൾ.
ഇതിന്റെ ഡീറ്റെയിൽസ് അതെ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ട്. 60 രൂപയാണ് പാക്കറ്റ് 2 കിലോ. ഇതിപ്പോ 500 ഗ്രാം ഫ്രീ കൂടി ഉണ്ട്. അത് ഓഫറായിട്ട് കൊടുത്തേക്കുന്നതാണ് 2 kg പ്ലസ് 500 ഗ്രാം. നമ്മൾ കൊണ്ടേ കൊടുക്കുകയാണ് കൂടുതലും ചെയ്യുന്നത്. ഇത് കൂടുതൽ ഇവിടെ ലോക്കൽ നഴ്സറികളിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഈ ചെടികളും ഒക്കെ കൊടുക്കുന്നതിന്റെ ഒപ്പം നഴ്സറികളിലാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വെമിൻ ചേട്ടന്റെ പശു ഫാമിലെ വിശേഷങ്ങളാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഷിഗിജാഷർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.